ഫൈൻ മോട്ടർ നമ്മൾ പറഞ്ഞത് നമ്മുടെ വിരലുകളുടെയും അതുപോലെ തന്നെ അങ്ങനെ ഫൈൻ മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ലാർജർ മസിൽസ്, കൈകളുടെയും കാലുകളുടെയും ശരീരത്തിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിനാണ് ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത് വാക്കിംഗ്, ജമ്പിങ്, ത്രോയിങ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മസിൽസിൻ്റെയൊക്കെ സ്ട്രെങ്ത്ത്, അതുപോലെ ബോഡി ബാലൻസ്, ബോഡി അവെയർനെസ് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാമെന്നാണ്. അത് ഡെവലപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഓട്ടം, ചാട്ടം, സൈക്കിൾ ഓടിക്കുന്നത്, മരം കയറുന്നത്, ബോൾ എറിഞ്ഞ് കളിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ അതുപോലെ ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റി ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമുക്കറിയാം കൈനസ്തെറ്റിക് ലേണേഴ്സ് ആണെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് ഓരോ കൺസെപ്റ്റ് പഠിക്കാൻ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്ന ആക്ടിവിറ്റീസൊക്കെ എല്ലാവരും മക്കളെ കൊണ്ട് വീട്ടിൽ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ഗ്രൗണ്ടിൽ ഓരോ ഷേപ്സ് വരച്ച് അതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2 രീതിയിലാണ് ഞാൻ ജിക്രാനെ കൊണ്ട് ചെയ്യിച്ചത്. ഒന്ന് ഓരോ ഷേപ്സ്, ഒബ്ജക്ട്സ് ഉണ്ടല്ലോ, കുറച്ച് ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ഓരോന്നും കൊടുത്തിട്ട് അവൾ ആ ഒരു ഷേപ്പിൻ്റെ അടുത്തേക്ക് അതും കൊണ്ട് ഓടി അവിടെ പോയി നിൽക്കുക എന്നുള്ളതായിരുന്നു ഒരു ആക്ടിവിറ്റി. രണ്ടാമത്തെ ആക്ടിവിറ്റി ഞാൻ ആ ഷേപ്സ് വിളിച്ചു പറയുമ്പം ആ ഷേപ്സിലേക്ക് ഓടി പോയി അവിടെ നിൽക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റി തന്നെയാണ്.
ഇന്നത്തെ രണ്ടാമത്തെ ആക്ടിവിറ്റി ഒരു പസിലാണ്, DIY പസിൽ. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം ഈ പസിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ കാണാം. ബേസിക്കലി പസിൽ ഹെൽപ്സ് ടു ഇംപ്രൂവ് 3 സ്കിൽസ്. ആദ്യത്തേതെന്ന് പറയുന്നത് ഫിസിക്കൽ സ്കിൽസ്, ഫിംഗർ ടിപ്സിൻ്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുക, ഐ ഹാൻഡ് കോർഡിനേഷൻ, ഇതൊക്കെയാണ് ഫിസിക്കൽ സ്കിൽസിൽ വരുന്നത്. സെക്കൻഡ് വൺ കോഗ്നിറ്റീവ് സ്കിൽസ്. കോഗ്നിറ്റീവ് സ്കിൽസിൽ പ്രോബ്ലം സോൾവിങ്, റീസണിങ്, ഇതൊക്കെയാണ്. ഒരു പ്രശ്നോത്തരിയാണല്ലോ പസിൽ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നുള്ളതിൻ്റെ ആ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പസിൽസ് ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഇമോഷണൽ സ്കിൽസ്. അതായത് പസിൽസ് പരിഹരിക്കുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ടൈം എടുക്കും, ക്ഷമ വേണം. അപ്പം പേഷ്യൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പസിൽസ്. പസിൽസ് എന്ന് പറയുന്നത് ആക്ച്വലി ചില്ലറ കാര്യമല്ല. അതായത് ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഈ ഒരു പസിൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള പസിലാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഷേപ്സ് വെച്ചിട്ടുള്ള പസിൽ. അതിൽ തന്നെ അത് ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യണം അവർ. ഇന്നതിൻ്റെ പകുതിയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ആ പസിൽ. അത് നിങ്ങൾക്ക് സിക്ര ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ആ ഒരു പാറ്റേൺ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് പിന്നീട് വായനക്കായാലും മാത്സിനായാലും ഒക്കെ അതിന് ഒരു അടിത്തറയാണ്. ഇനിയിപ്പം കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള പസിൽസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ക്രോസ് വേർഡ്സ് ആയാലും പസിൽസ് ആയാലും, കുട്ടികൾ അതിനൊരു ഗോൾ ഉണ്ടാവും. അത് പസിൽ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് അവരുടെ ഗോള്. അപ്പോൾ ആ ഒരു ഗോളിൽ എത്തണമെങ്കിൽ അവർക്കൊരു പ്ലാൻ, ഒരു സ്ട്രാറ്റജി അവിടെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് ഒരുപാട് തല ഉപയോഗിക്കേണ്ട ഒന്ന് തന്നെയാണ് അല്ലേ. ബുദ്ധിയാണ് അവിടെ അവർ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പം അവരുടെ കൊഗ്നിറ്റീവ് എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയാണ്. അപ്പം പസിൽസ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി വളരെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അവർ ആ ഗോൾ അച്ചീവ് ചെയ്യുമ്പം അവർക്കുണ്ടാവുന്ന ഒരു സംതൃപ്തി, അതുപോലെ തന്നെ അവർക്കുണ്ടാവുന്ന ഒരു സെൽഫ് എസ്റ്റീം ഇമ്പ്രൂവ് ചെയ്യും. അവരുടെ ഒരു ആത്മാഭിമാനം എന്ന് പറയുന്നത് അധികരിക്കും. അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ പസിൽസ് ആയാലും ക്രോസ് വേർഡ്സ് ഒക്കെ ആയാലും.
ഇതൊരു ഫൺ ആക്ടിവിറ്റി ആയിരുന്നു. ഞാനൊരു ബട്ടർ പേപ്പറിൽ കുറച്ച് ഷേപ്സൊക്കെ സ്കെച്ചിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ച് അവളോട് പറഞ്ഞു വാട്ടറിനെ കൊണ്ട് അതിങ്ങനെ ഓരോ ഷേപ്പിൻ്റെ മേലെ ഇട്ടിച്ച് കഴിഞ്ഞാൽ അത് ഡിസപ്പിയർ ചെയ്യും. ഒരു മാജിക്കൽ സംഭവമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ കോഫി ഫിൽറ്റേഴ്സ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇത് എഫക്റ്റീവ് ആയേനെ. ബട്ടർ പേപ്പർ ആയതുകൊണ്ട് അത് പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല, കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരുന്നു. എന്നാലും അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആക്ടിവിറ്റി. കാരണം കുറച്ച് മെസ്സി ആണല്ലോ, വെള്ളത്തിനെ കൊണ്ടൊക്കെ കളിച്ച്. അപ്പം അവൾക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സംഭവം അടിപൊളിയായി. മക്കൾക്ക് ഷേപ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുവരെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതൊക്കെ അവർക്ക് മനസ്സിലായെന്നുള്ളത് ഒരു റിവിഷൻ പോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിറ്ററി ലേണേഴ്സിന് കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു കവിതയോ പാട്ടോ ഒക്കെ പാടിക്കൊടുക്കാമെന്നുള്ളത്. അപ്പം സിക്രാൻ്റെ കാര്യത്തിൽ ആക്ച്വലി ഞാൻ ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിംസ് ആണല്ലോ പഠിപ്പിച്ചത് ഷേപ്സിൻ്റെ. അപ്പം ഇതിൻ്റെ മലയാളം അവൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സർക്കിളിനാണെങ്കിൽ വട്ടം, അല്ലെങ്കിൽ സ്ക്വയറിനാണെങ്കിൽ കട്ട, അങ്ങനെയൊക്കെയാണ്. അപ്പം ഈ കാര്യങ്ങൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവൾ ഇടയ്ക്കിടയ്ക്ക് വട്ടം വട്ടം സർക്കിൾ എന്നൊക്കെ ഇത് പാടുന്ന കണ്ടപ്പം ഞാൻ ചോദിച്ചു ഓക്കെ, അപ്പം ഷീ മേ ബി ലൈക്ക് എൻ ഓഡിറ്ററി ലേണർ അല്ലേ, അവൾക്കത് കുറച്ചും കൂടി ക്ലിയർ ആവുമായിരിക്കും എന്ന് കരുതി ഞാനൊരു ചെറിയൊരു പാട്ടുണ്ടാക്കി. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ആ പാട്ടാണ് അവൾക്ക് കുറച്ചും കൂടി ആ കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ പേരുകൾ പഠിക്കാൻ ഹെൽപ്ഫുള്ളായത്. അപ്പോൾ ആ പാട്ട് നിങ്ങൾക്ക് സിക്ര തന്നെ പാടി കേൾപ്പിക്കും. ശരിക്കും എനിക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം എത്ര ആക്ടിവിറ്റീസ് ചെയ്തിട്ടും അവൾക്ക് കുറച്ചും കൂടി ആ ഒരു നെയിംസൊക്കെ ക്ലിയർ ആവുന്നത് ആ പാട്ടിലൂടെ തന്നെയായിരുന്നു. പിന്നെ എപ്പോഴും ആ പാട്ട് പാടി ഇപ്പം എന്താ പറയുക, ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അവൾക്ക് ഷേപ്സൊക്കെ പക്കയാണ്. ഓവലും ഹാർട്ടും ഒക്കെ ആ പേര് കേട്ടപ്പോൾ തന്നെ 1-2 പ്രാവശ്യം കേട്ടപ്പോൾ തന്നെ അവൾക്ക് തറവായിരുന്നു. അതുകൊണ്ട് അതൊന്നും അവളുടെ പാട്ടിലില്ല. ബാക്കി ഷേപ്സാണ് ആ പാട്ടിലുള്ളത്. എല്ലാം വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? എൻ്റെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.